friends, welcome back to my channel Style by Renu. ഞാൻ രേണു. അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുഖമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ട്വിസ്റ്റിംഗ് ചെയ്തുള്ള 2 ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത്. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരുങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. സാരീസിൻ്റെയും ഗൗൺസിൻ്റെയും ഒക്കെ കൂടെ വളരെ ഇണങ്ങി ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പം ഞാൻ ഇനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഞാനിപ്പം ഡെമ്മി ഹെയർ നന്നായിട്ട് കോംബ് ചെയ്തിട്ടുണ്ട്. നടുക്കൂടാണ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. ഇങ്ങ് ബാക്ക് വരെ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വരെ എടുത്തിട്ട് ബാക്കി ഞാനിങ്ങനെ ബാക്കിലേക്ക് കോംബ് ചെയ്തേക്കാണ്. ഇനി ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുക. ഇങ്ങനെ ഇത് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇയർ ടു ഇയർ ഇത് ഞാനിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാണ്. ഇനി ഈ ബാക്കിലേക്കുള്ള ഹെയർ ഞാനങ്ങ് പോണിറ്റെയിൽ ചെയ്ത് വെക്കുകയാണ്. കുറച്ച് ഹൈ ആയിട്ടാണ് ചെയ്തത്, ഹൈ പോണിറ്റെയിലാണ്. അപ്പോൾ പോണിറ്റെയിൽ ചെയ്തു. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഹെയർ ട്വിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം ഈ സൈഡ് ചെയ്ത് കാണിക്കാം. ഈ സെക്ഷൻ ക്ലിപ്പ് ഊരിയിട്ട് ഇങ്ങനെ കുറച്ച് സെക്ഷൻ എടുക്കുക. അപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുക. ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇപ്പം ഞാനിങ്ങനെ ഡെമ്മിയുടെ ബാക്ക് സൈഡിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പം ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ബോബി പിൻ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ടിക് ടാക്ക് ആണെങ്കിലും ക്ലിപ്പ് ചെയ്യാം. ഞാനിത് ഇവിടെ ഇങ്ങനെ തൽക്കാലം ബോബി പിൻ വെച്ച് സ്ലൈഡ് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു സെക്ഷൻ കൂടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഒരുപാട് സ്ലൈഡ് ചെയ്ത ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മാക്സിമം സ്ലൈഡുകൾ കുറയ്ക്കുക. ഓരോ ട്വിസ്റ്റ് ചെയ്ത സെക്ഷൻ ഹെയറിലും നമ്മൾ ഓരോ സ്ലൈഡ് കുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതേ ബോബി പിന്നൂരി ഇതും കൂടെ ചേർത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. ഇനി അതേപോലെ ഇവിടെ വേറൊരു സെക്ഷൻ ബാക്കിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബോബി പിൻ യൂസ് ചെയ്യുക. ഇതേ സ്ലൈഡ് തന്നെ ഉണ്ട്, വീണ്ടും സ്ലൈഡ് ചെയ്യുക. വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഇത്രയും സെക്ഷനും കൂടെ സ്ലൈഡ് ഊരി ബോബി പിൻ ഊരിയിട്ട് ഇത്രയും സെക്ഷനും കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് ഒരു സ്ലൈഡിലാക്കാം. ഒരു ബോബി പിൻ യൂസ് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ടിക് ടാക്ക് യൂസ് ചെയ്താലും മതി. ഏത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഞാനിത് ഒരു ബോബി പിൻ യൂസ് ചെയ്ത് ഒരെണ്ണം കൂടെ യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്ലൈഡ് ചെയ്താൽ ഇത് അഴിഞ്ഞു പോവാതെ നല്ല ടൈറ്റ് ആയിട്ട് ലോക്ക് ആയിട്ട് ഇരിക്കും. ഇനി ഇതേപോലെ തന്നെ ഈ സൈഡ് ചെയ്യാം. ഈ സെക്ഷൻ ഇടുക. ഇപ്പം ഇവിടെ മൊത്തത്തിൽ 5 ട്വിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 5 എടുക്കാം. ഈ മുടി എടുത്തിട്ട് ഇത് ഞാൻ
എൻ്റെ റൈറ്റ് സൈഡ് ആയിരുന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ട്വിസ്റ്റ് ചെയ്തു. ഇത് ഞാൻ തിരിച്ച് റൈറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ സ്ലൈഡ് ചെയ്യാം. വീണ്ടും ഒരേ സെക്ഷൻ എടുക്കുക. ട്വിസ്റ്റ് ചെയ്യുക. സെയിം ബോബിന് വേണ്ടി സ്ലൈഡ് ചെയ്യാം. വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. വീണ്ടും ഒരു സെക്ഷൻ എടുക്കുക. ട്വിസ്റ്റ് ചെയ്യുക. സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്യുക. അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് കറക്റ്റ് 5 ചെറിയ സെക്ഷൻ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് മറ്റേ നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാം കൂടെ എടുത്ത് ഒരു ബോബിനിട്ട് ആക്കുക. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത ഹെയർ എല്ലാം കൂടെ നമ്മൾ ബോബി പിൻ യൂസ് ചെയ്ത് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മുടി ഈ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച പോണിറ്റെയിലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് ഒരു ബാൻഡ് ഇടുക. അപ്പം ഇതാണ് സിമ്പിൾ ട്വിസ്റ്റിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഒരു പോണിറ്റെയിലാക്കി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതൊരു സ്റ്റൈലാണ്, നല്ല സ്റ്റൈലാണ്. നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ഇനിയിപ്പം ഈ ഹെയറിൻ്റെ ഇവിടെ വേണേൽ നമുക്ക് ചെറുതായിട്ട് വേവി ആക്കിയിടാം. കുറച്ച് ചെറിയ കേൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് കിടന്നുള്ളൂ. അപ്പം ഇനി ഇത് വെച്ചിട്ട് തന്നെ വേറൊരു ഹെയർ സ്റ്റൈലൂടെ ഞാൻ കാണിക്കാം. അപ്പം ഇത് ഇത്രയും ചെയ്തേക്കാണല്ലോ. ഇനി നമ്മൾ ഈ ഹെയറിനെ അതായത് പോണിറ്റെയിൽ ഇങ്ങനെ ചെയ്യണ്ടാത്തവർക്ക്, ഓക്കെ, പുട്ടപ്പ് വേണം എന്നുള്ളവർക്ക് ഉള്ള ഹെയർ സ്റ്റൈലാണ് അടുത്തത്. ഈ പോണിറ്റെയിൽ ചെയ്തിരിക്കുന്ന ഈ ഹെയറിനെ നമ്മൾ ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് നമുക്ക് ഒരു ക്ലച്ചർ യൂസ് ചെയ്യാം. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്ലച്ചർ വെച്ച് ഇങ്ങനെ ക്ലച്ചർ യൂസ് ചെയ്യുക. ഇങ്ങനെ ക്ലച്ചർ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ മുടി ബാക്കിലേക്ക് ഇച്ചിരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുക. ചെറുതായിട്ടൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എന്താ പറയുക, ആ ക്ലച്ചർ പുറത്തേക്ക് കാണരുത്. അതനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ അടിയിൽ കൊണ്ടുവന്ന് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. കയ്യിലെ ഇപ്പം നമ്മുടെ ക്ലച്ചർ കാണുന്നില്ല. ഈ മുടി ഇത്രയുമായിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. ഇനി ഇതിനെ നമുക്കിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു ബോബി പിൻ യൂസ് ചെയ്യാം. ഇങ്ങനെ കയ്യിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കാം. അതുപോലെ ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്ത ഹെയർ സ്റ്റൈൽ. ഇതുപോലെ പോണിറ്റെയിൽ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ പുട്ടപ്പ് രീതിയിൽ വെക്കാം. ഇതുപോലെ ചെറിയ ഹെയർ അക്സസറീസ് ഒക്കെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബീഡ്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ്